ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലോ എ എം എച്ച്. ഇപ്പം നമ്മൾ കൂടുതൽ പേഷ്യൻസ് വന്ന് പറയുന്നത് എ എം എച്ച് ലോ ആണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ലോ എ എം എച്ച് എന്ന് പറയുന്നത് ഒറ്റയ്ക്കൊരു അസുഖമല്ലാതെ നമുക്ക് ലോ എ എം എച്ച് വരുമ്പോഴത്തേക്കും അതിന് കോമോബിഡായിട്ട് വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് നോക്കേണ്ടത്. പെർട്ടിക്കുലർലി ഏജ് ഓഫ് ദ പേഷ്യൻറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവരുടെ പാർട്ട്ണർക്ക് സ്പേമിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കണം. പിന്നെ യൂട്രസിൽ എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയിഡ്സ്, അങ്ങനെ വേറെ എന്തെങ്കിലും അസോസിയേറ്റഡ് ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ലോ എം എച്ചിന് പ്രശ്നമുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റിലായിട്ട് എത്താൻ പറ്റുന്നത്. അതേപോലെ ലോ എം എച്ച് എന്ന് വന്നാൽ അപ്പം തന്നെ നമ്മൾ IVF-ലോട്ട് പോകണം. IVF മാത്രമുള്ളൂ ലോ എം എച്ചിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്. അതുമല്ല, IVF നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ലോ എം എച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ IVF സക്സസ് റേറ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമല്ലാതെ നമുക്ക് ലോ എം എച്ച് വന്നാൽ അപ്പം തന്നെ IVF-ലോട്ട് പോകണം അങ്ങനെ നിർബന്ധമൊന്നുമല്ല.